ഓം ശാന്തി. 18/6/2020 बाबा कहते बेटे बच्चे स्वयं को 21 जन्मों के लिए स्वराज्य तिलक देना है तो देह सहित देह के सब बान और एक बाप को याद कर. ബാബ പറയാണ്, മധുരമായ സ്വയത്തെ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി രാജ്യ തിലകം നൽകണമെങ്കിൽ ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ ബോധവും മറന്ന് ഒരേയൊരു ബാബയെ ഓർമ്മിച്ചു. ബാബ പറഞ്ഞത്, മധുരമായ കുട്ടികളെ, സ്വയത്തെ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സ്വയത്തിന് രാജ്യതിലകം നൽകണമെങ്കിൽ ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ ബോധവും മറന്ന് ഒരേയൊരു ബാബയെ ഓർമ്മിക്കൂ. ചോദ്യം: गरीब बच्चों की किस सयाना समझदारी से बाप को शोधते, उन्हें कौन सी राय देते? നിർധനരായ കുട്ടികളുടെ ഏതൊരു വിവേകം ബാബയെ സന്തോഷിപ്പിക്കുന്നു? നിർധനരായ കുട്ടികളുടെ ഏതൊരു വിവേകമാണ് ബാബയെ സന്തോഷിപ്പിക്കുന്നത്? ബാബ ആ കുട്ടികൾക്ക് ഏതൊരു നിർദ്ദേശമാണ് നൽകുന്നത്? എന്താണ് ബാബ പറയുന്നത്? ഗരീബ് ബच्चे जो अपना टिकर टॉपर बाबा की सेवा में सफल कर भविष्य 21 जन्मों के लिए अपना भाग्य जमा कर लेते हैं. ബാബ പറയാണ്, നിർധനരായ കുട്ടികള് അവരുടെ അടുക്കലുള്ള ധനം ബാബയുടെ സേവയ്ക്കായിട്ട് സഫലമാക്കും. എന്താണോ അവരുടെ പക്കലുള്ളത് അത് അവർ ബാബയുടെ സേവയ്ക്കായി സഫലമാക്കി ഭാവിയിലെ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി തന്റെ ഭാഗ്യത്തെ നിറയ്ക്കുന്നു. ബാബാ भी उन बच्चों की इस सयानत से बहुत खुश होते हैं. ബാബയും ഈ കുട്ടികളുടെ ഈ വിവേകം കണ്ട് വളരെയധികം സന്തോഷിക്കുന്നു. ഇത്രയും വിവേകത്തോടു കൂടി കുട്ടികളുടെ ആ സേവനം കണ്ടിട്ട് ബാബ വളരെ സന്തോഷിക്കും. बाबा फिर ऐसे बच्चों को फर्स्ट क्लास राय देते हैं, बच्चे तुम ट्रस्टी बन. അങ്ങനെയുള്ള കുട്ടികൾക്ക് ബാബ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. കുട്ടികളെ, നിങ്ങൾ ട്രസ്റ്റിയാകും. അപ്നെ നഹീ സംജു, ഒരിക്കലും നിങ്ങള് നിങ്ങളുടെ പക്കലുള്ളതാണ് എന്ന് വിചാരിക്കും. നമ്മൾ സംരക്ഷകരാണ്, ട്രസ്റ്റിയാണ് എന്ന് മനസ്സിലാക്കും. बच्चों आदि को भी ट्रस्टी होकर संभाल. കുട്ടികളെ സംരക്ഷിക്കുന്നത് ട്രസ്റ്റി ആയിട്ട് സംരക്ഷിക്കും. ज्ञान से तुम अपने जीवन को सुधार कर രാജാവും का രാജാ. ജ്ഞാനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തി രാജാക്കന്മാരുടെ രാജാവായി മാറും. ബാബ പറഞ്ഞത്, നിർധനരായിട്ടുള്ള കുട്ടികൾ അവരുടെ ശരീരവും മനസ്സും ധനവും അവരുടെ പക്കൽ എന്താണോ ഉള്ളത് അത് അവര് ബാബയുടെ സേവയിൽ സഫലമാക്കി ഭവിഷ്യ 21 ജന്മത്തേക്ക് വേണ്ടി തന്റെ ഭാഗ്യത്തെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വിവേകശാലികളായ കുട്ടികളെ കാണുമ്പോൾ ബാബ വളരെയധികം സന്തോഷിക്കുകയാണ്. ആ കുട്ടികൾക്ക് ബാബ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള നിർദ്ദേശം നൽകുന്നു. കുട്ടികളെ, നിങ്ങൾ ട്രസ്റ്റിയാകും. ഒന്നും എന്റേതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്തെല്ലാം നിങ്ങളുടേതുണ്ടോ അതൊന്നും തന്നെ എന്റേതാണ് എന്ന് വിചാരിക്കരുത്. ബാബ പറയാണ്, കുട്ടികളെ സംരക്ഷിക്കുമ്പോഴും ട്രസ്റ്റിയായി സംരക്ഷിക്കും. അങ്ങനെ ഈ ജ്ഞാനത്തിലൂടെ തന്റെ ജീവിതത്തെ ഉയർത്തി രാജാക്കന്മാരുടെ രാജാവായി മാറും. ഗീതം തക്ദീർ ജഗാകർ ആയി. ഗീതമാണ് ഭാഗ്യത്തെ ഉണർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ज्ञान से तुम अपने जीवन का सुधार कर രാജാവും का രാജാവ്. ഈ ജ്ഞാനത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഉയർത്തി
तो बच्चों ने 2 अक्षर सुने, बच्चे समझ गए कि हम यहाँ नई दुनिया के लिए तकदीर बनाकर आई. ഇപ്പൊ ബാബ പറയാണ് അല്ലെ, ഭാഗ്യത്തെ ഉണർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. കുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മൾ പുതിയ ലോകത്തേക്ക് വേണ്ടി നമ്മുടെ ഭാഗ്യത്തെ ഉണർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഭാഗ്യ ബനാനെ കെ ലിയെ തദ്ബീർ ചായി. ഇപ്പൊ നമ്മളുടെ ഭാഗ്യം നിർമ്മിക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പുരുഷാർത്ഥമാണ് നമ്മുടെ ഭാഗ്യത്തെ ഉണർത്തുന്നത്. बच्चे जानते हैं यहाँ श्रीमत मिलती है, महामंत्र मिलता है, मनमना भव. ഇവിടെ കുട്ടികൾക്ക് അറിയാം, കുട്ടികൾക്ക് ശ്രീമത്ത് ലഭിക്കുന്നത്, മഹാമന്ത്രം ലഭിക്കുന്നത് എന്താണ്? ബാബ നൽകുന്ന മഹാമന്ത്രമാണ് मनमना भव. അക്ഷർ तो है ना, ये मंत्र कौन देते हैं? ഈ मनमना भव എന്ന മന്ത്രം ആരാണ് നമുക്ക് നൽകുന്നത്? ये ऊंचते ऊंच मत देने का भी സാഗർ ഹെ. അല്ലെ, ബാബ പറയാണ് ഇത് അല്ലെ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ നമുക്ക് നൽകുന്ന ശ്രീമത്താണ്, അല്ലെങ്കിൽ അല്ലെ മഹാമന്ത്രമാണ്. നമുക്ക് ശ്രീമത്ത് നൽകുന്നത് സാഗര സമാനമായ വ്യക്തിത്വമുള്ള ഭഗവാനാണ്. ഉനിക്ക് മത്ത് ഏക് ബാർ മിൽത്തി ഹി. അല്ലെ, ബാബയുടെ ശ്രീമത്ത് നമുക്ക് ഒരിക്കൽ മാത്രമാണ് ലഭിക്കുന്നത്. रामा में एक बार जो हो चुका है, फिर 5000 वर्ष बाद होता है. ഈ നാടകത്തിൽ എന്താണോ ഒരിക്കൽ സംഭവിച്ചത് അത് 5000 വർഷത്തിന് ശേഷം വീണ്ടും സംഭവിക്കും. इस एक ही महामंत्र से बेड़ा पार हो जाता है. ഈ ഒരു മഹാമന്ത്രത്തിലൂടെ തോണി മറുകരയിലേക്ക് എത്തിച്ചേരും. അപ്പൊ നമ്മുടെ ജീവിതമാകുന്ന തോണി മറുകരയിലേക്ക് എത്തിച്ചേരുന്നത് ഈ ഒരു മഹാമന്ത്രത്തിലൂടെയാണ്. ഏത് മഹാമന്ത്രമാണ്? മന്മന, മനസ്സുകൊണ്ട് ബാബയെ ഓർമ്മിക്കുക. പതീത പാവൻ ബാബ ഏക് ഹി ബാർ ആക്കർ ശ്രീമത്ത് ദേത്തെ. പതീത പാവനായ അച്ഛൻ ഒരിക്കൽ മാത്രം വന്നിട്ട് കുട്ടികൾക്ക് ശ്രീമത്ത് നൽകും. പതീത പാവൻ കോൻ ഹി? ആരാണ് പതീത പാവൻ? परमपिता परमात्मा ही पति से पावन बनाए, पावन दुनिया में ले जाते हैं. പരമപിത പരമാത്മാവാണ് ഈ പതീതമായ ലോകത്തിൽ വന്ന് നമ്മളെ പാവനമാക്കി മാറ്റി പാവനമായ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. वही पतित पावन सद्गति दाता कहा जाता है. പരമാത്മാവിനെയാണ് പതിത പാവനൻ, സദ്ഗതി ദാത എന്നൊക്കെ വിളിക്കുന്നത്. तुम उनके सामने बैठे हो, നമ്മൾ ആ പരമാത്മാവിന്റെ സന്മുഖത്തിൽ ഇരിക്കുകയാണ്. तो जानते हो हमारा वो सब कुछ है. അല്ലെ, പരമാത്മാവാണ് പതിത പാവനൻ, സദ്ഗതി ദാത. പരമാത്മാവിന്റെ സന്മുഖത്തിൽ നമ്മൾ കുട്ടികൾ ഇരിക്കുകയാണ്. നമുക്കറിയാം പരമാത്മാവ്, പരമപിതാവ് നമ്മുടെ സർവസ്വമാണ്. ഊഞ്ചത്തെ ഊഞ്ച് ഹമാരി തക്ദീർ ബനാനെ വാല ഹെ. അല്ലെ, ഉയർന്നതിലും ഉയർന്ന നമ്മുടെ ഭാഗ്യം നിർമ്മിക്കുന്നത് ഒരേയൊരു ബാബയാണ്. തുമക്കോ നിശ്ചയ ഹി യേ മഹാമന്ത്രം. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ട്, നമുക്ക് മഹാമന്ത്രം ലഭിക്കും. ബേഹദക്കെ ബാപ്ദ്വാര, പരിധികളില്ലാത്ത അച്ഛനിലൂടെയാണ് നമുക്ക് മന്മനാ ഭവയുടെ മഹാമന്ത്രം ലഭിക്കുന്നത്. तो वो बाप है ना, वो निराकार और एक साकार. ബാബ പറയാണ് അല്ലെ, പരിധികളില്ലാത്ത ആ അച്ഛൻ അല്ലെ നമ്മുടെ ആത്മാവിന്റെ അച്ഛനാണ്, നിരാകാരിയാണ്. അല്ലെ, ശിവബാബ നിരാകാരിയാണ്, ബ്രഹ്മ ബാബ സാകാര ശരീരധാരി. ബच्चे भी याद करते, बाप भी याद करते. ഇവിടെ കുട്ടികള് ബാബയെ ഓർമ്മിക്കും. കുട്ടികള് ബാബയെ ഓർമ്മിക്കുമ്പോൾ ബാബ കുട്ടികളെ ഓർമ്മിക്കും. ഇപ്പൊ പരസ്പരം ഓർമ്മിക്കുകയാണ് അല്ലെ. നമ്മൾ ബാബയെ ഓർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും ബാബയും നമ്മൾ കുട്ടികളെ ഓർമ്മിക്കുന്നു. കൽപ്പ കൽപ്പ അപ്നെ ബच्चों को ही सुनाते हैं. ബാബ ഓരോ കൽപ്പത്തിലും വന്നിട്ട് നമ്മൾ കുട്ടികൾക്കാണ് കേൾപ്പിക്കുന്നത്. കൽപ്പം നമ്മൾ കുട്ടികൾക്കാണ് കേൾപ്പിക്കുന്നത്. ബാബ कहते हैं സർവ്വക്കെ സദ്ഗതി के लिए मंत्र एक ही. ബാബ പറയാണ് സർവരുടെയും സദ്ഗതിക്ക് വേണ്ടി ബാബ നൽകുന്ന മന്ത്രം
ഒന്നേയുള്ളൂ. ഏകീതനെ വലാഹി, ഈ സദ്ഗതിക്ക് വേണ്ടിയുള്ള മഹാമന്ത്രം നൽകുവാൻ ഒരേ ഒരു ആള് മാത്രമേ ഉള്ളൂ. സദ്ഗുരുഹി സത് മന്ത്രദേനെ വലാഹി, സദ്ഗുരുവാണ് സത്യമായ മന്ത്രം നൽകുന്നത്. तुम जानते हो हम यहाँ आए हैं अपने സുഗതാം के लिए തഖ്ദീർ ബനാനെ. നമ്മൾ കുട്ടികൾ ഇവിടേക്ക് വരുന്നത് തന്നെ നമ്മുടെ സുഗതാമത്തിലേക്ക് വേണ്ടിയുള്ള നമ്മുടെ ഭാഗ്യം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. സുഗതാമം സത്യയുഗോ കഹ ജാത്ത ഹെ. ശരിക്കും സുഗതാമം എന്ന് വിളിക്കുന്നത് സത്യയുഗത്തെയാണ്. ഏകേ ദുഃഖധാമം. ബാബ പറയാണ് ഈ ലോകം എന്താണ്? ദുഃഖധാമമാണ്. ഇന്നലെ ബാബ എന്താ പറഞ്ഞേ? സത്യയുഗം അമരലോകമാണ് അല്ലെ, ഈ ലോകം മൃത്യുലോകമാണ്. ഇന്ന് ബാബ എന്താ പറഞ്ഞേ? സത്യയുഗം സുഖധാമമാണ്, ഈ ലോകം ദുഃഖധാമം. जो ब्राह्मण बनते हैं उनको ही शिव बाबा ബ്രഹ്മ മുഖസെ മന്ത്രം देते. ബ്രാഹ്മണരായി മാറുന്ന കുട്ടികൾക്കാണ് ശിവബാബ ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ നമുക്ക് ഈ മന്ത്രം നൽകുന്നത്. ജരൂർ സാഗർമേ ആനാപ്പടേ. അല്ലെ, ബാബ പറയാണ് തീർച്ചയായിട്ടും ബാബയ്ക്ക് സാഗാരത്തിലേക്ക് വന്നേ മതിയാവും. കുട്ടികൾക്ക് മന്മനാ ഭവയുടെ മഹാമന്ത്രം നൽകുവാനായിട്ട് ബാബയ്ക്ക് സാഗാരത്തിലേക്ക്, സാഗാര ശരീരത്തിലേക്ക് വന്നേ മതിയാവും. നഹിത്തോ കേസേ ആവേ, ഇല്ലെങ്കിൽ ബാബ എങ്ങനെയാ വരിക? അല്ലെ, കുട്ടികളുടെ അരികിലേക്ക് ബാബയ്ക്ക് വരണമെങ്കില് ബാബ എങ്ങനെ വരും? എങ്ങനെ ബാബയ്ക്ക് വരാൻ പറ്റും? തീർച്ചയായിട്ടും ഒരു സാഗാര ശരീരത്തിലേക്ക് വരേണ്ടി വരും. कहते हैं कल्प कल्प तुमको महामंत्र देता हूँ मां मेघम याद करो. ബാബ വന്നിട്ട് കൽപ്പകൽപ്പം നമുക്ക് മഹാമന്ത്രം നൽകുകയാണ്. വന്മനാ ഭവയുടെ മഹാമന്ത്രം. മനസ്സിൽ ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണം. അപ്പോ മാ മേഘം യാദ് കരും. ബാബ പറയാണ് എന്നെ മാത്രം ഓർമ്മിക്കണം. ധർമ്മത്യാഗ ദേഹ ഓർ ദേഹ സബ് ധർമ്മ കോ ബോലോ. ബാബ പറയാണ് എങ്ങനെ ബാബയെ ഓർമ്മിക്കേണ്ടത്? ദേഹം, ദേഹത്തിന്റെ എല്ലാ ധർമ്മങ്ങളെയും മറന്നു. ബാബ പറയാണ് ഈ ദേഹത്തെയും ദേഹത്തിന്റെ സർവധർമ്മങ്ങളെയും മറക്കൂ. अपने को देह समझने से देह के संबंधी चाचा मामा गुरु गोसाई आदि सब याद आ जाते हैं. ബാബ പറയാണ് ദേഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ ദേഹത്തിന്റെ സംബന്ധങ്ങൾ, ചിറ്റപ്പൻ, അമ്മാവൻ, വല്യച്ഛൻ, അല്ലെ, എല്ലാ ബന്ധങ്ങളും നമുക്ക് ഓർമ്മ വരും. ദേഹമാണെന്ന് വിചാരിക്കുമ്പോൾ എല്ലാ ബന്ധങ്ങളുടെ ഓർമ്മ വരും, ഗുരുക്കന്മാരുടെ ഓർമ്മ വരും. ബാബ പറയാണ് നമ്മൾ മരിക്കുമ്പോൾ ഈ ലോകം നമ്മുടെ മുന്നിൽ മരിക്കുകയാണ്. അല്ലെ, ബാബ പറയാണ് കുട്ടികളെ നിങ്ങള് മനസ്സുകൊണ്ട് കലിയുഗത്തിൽ നിന്ന് മരിച്ച് സംഗമയുഗത്തിൽ ജീവിക്കുന്നവരാണ്. കാരണം നമ്മളിപ്പോൾ കലിയുഗികളല്ല, കാരണം നമ്മളിപ്പോൾ സംഗമയുഗത്തിലാണ്. നമ്മൾ അല്ലെ കലിയുഗവാസികളല്ല, പകരം നമ്മള് സംഗമയുഗത്തിലെ ബ്രഹ്മവംശാവലി ബ്രാഹ്മണ ആത്മാ, അല്ലെ, നമ്മൾ പരമാത്മാവിന്റെ കുട്ടികളാണ്. അപ്പോ ബാബ പറയാണ് ഇവിടെ എന്താണ്, നിങ്ങള് ഈ പഴയ ലോകത്തിൽ നിന്ന് മരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഈ ലോകം മരിച്ചു. ഇപ്പൊ നമ്മൾ ഭാവിയാകുന്ന ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ബാബ कहते मैं तुमको मंत्र ही ऐसा देता. ബാബ പറയാണ് കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് അങ്ങനെയുള്ള മന്ത്രം നൽകുകയാണ്. अपने को आत्मा समझ अशരീരി बन जाओ. ബാബ പറയാണ് അശരീരിയായ ആത്മാവാണെന്ന് സ്വയം മനസ്സിലാക്കും. അല്ലെ, ഞാൻ ഈ ശരീരമല്ല, അശരീരിയായ ആത്മാവാണ്. ഈ സ്ഥിതിയിൽ ഇരിക്കൂ. അങ്ങനെ സ്വയത്തെ മനസ്സിലാക്കൂ. എന്നിട്ട് ബാബ പറയാണ് അശരീരിയായിട്ട് മാറൂ. ആത്മാവെന്ന് മനസ്സിലാക്കിയിട്ട് അശരീരിയായി മാറൂ. ദേഹഭാൻ ചോടുന്നു, അല്ലെ, ദേഹബോധം ഉപേക്ഷിക്കൂ. എന്നിട്ട് സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി അശരീരിയായി മാറും. ദേഹ അഭിമാനി. ബാബ പറയേണ്ട ഈ ലോകത്തിലുള്ളവർ, കലിയുഗത്തിലുള്ളവരെല്ലാം ദേഹാഭിമാനികളാണ്. സത്യമേക ആത്മാഭിമാനി. സത്യത്തിലുള്ളവരോ ആത്മാഭിമാനികളായ ദേവതകളാണ്. तो इस संगम पर तुम आत्मा अभिमानी भी बनते हो, परमात्मा को जानने वाले आस्तिक भी बनते हो. ഈ സംഗമയുഗത്തിൽ നമ്മൾ കുട്ടികള് ആത്മ അഭിമാനികളായിട്ട് മാറുകയാണ്. അതായത് പരമാത്മാവിനെ അറിയുന്നതിലൂടെ നമ്മൾ ആരായിത്തീരുന്നു? ആസ്തികരായിട്ട് മാറും.
आस्तिक उनको कहा जाता है जो परमपिता परमात्मा उनकी रचना को जानते. ആസ്തികർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആരാണോ പ്രപഞ്ചത്തിന്റെ രചയിതാവായ പരമാത്മാവിനെയും പരമപിത പരമാത്മാവിനെയും പരമാത്മാവിന്റെ രചനയെയും അറിയുന്നത് അവരാണ് ആസ്തികർ. ആസ്തിക നാ കന്യകുമേരി നാ സത്യകുമേ. അങ്ങനെ പരമപിത പരമാത്മാവിനെയും പരമാത്മാവിന്റെ രചനയെയും അറിയുന്നവർ, അങ്ങനെയുള്ള ആസ്തികർ കലിയുഗത്തിലും ഇല്ല, സത്യയുഗത്തിലും ഇല്ല. സംഘം പരി, ഈ സംഗമ യുഗത്തില് മാത്രമാണ് ബാബ്സെ വർഷ പാക്കർ വഹി ഫിർ സത്യകുമേ രാജിക്ക. ബാബയുടെ അടുക്കിൽ നിന്ന് സ്വപ്നം അല്ലേ, ആ ദേവതകളാണ് ബാബയുടെ അടുക്കൽ നിന്ന് സംഗമയുഗത്തിൽ ആരാണ് സ്വപ്നം എടുക്കുന്നത്? അവരാണ് സത്യത്തിലെ രാജ്യം ഭരിക്കുന്നത്. യഹാ നാസ്തിക് ഓർ ആസ്തിക് കി ബാത് ചലി. ഇവിടെ നാസ്തികർ പിന്നെ ആസ്തികർ, ഈ കാര്യമാണ് ബാബ നമ്മളോട് പറയുന്നത്. അവരുടെ ഇവിടെയാണ് ആസ്തികരുള്ളത്, നാസ്തികരുള്ളത് അല്ലേ. പരമാത്മാവിനെ അറിയാത്തവരുള്ളത് ഇവിടെയാണ്, പരമാത്മാവിനെ അറിയുന്നവരുള്ളത് അല്ലെ. പരമാത്മാവിന്റെ കുട്ടികളായിട്ട് പരമാത്മാവിനെ ധ്യാനിക്കുന്നവരും പരമാത്മാ സ്വത്ത് നേടുന്നവരും പരമാത്മാ ശ്രീമത്തിലൂടെ നടക്കുന്നവരും പരമാത്മാ ജ്ഞാനം കേൾക്കുന്നവരും ഒക്കെ എവിടെയുള്ളത്? ഇവിടെയാണുള്ളത്. तो आस्तिक ब्राह्मण बनते हैं जो पहले नास्तिक थे. ബാബ പറയാൻ ആസ്തികരായിട്ട് മാറുന്നത് ബ്രാഹ്മണരാണ് അല്ലെ. ഈ ബ്രാഹ്മണരാരായിരുന്നു? ആദ്യം നാസ്തികരായിരുന്നു. ഈ സമയം സാരി ദുനിയ നാസ്തിക, ഈ സമയത്ത് മുഴുവൻ ലോകവും നാസ്തികരാണ്. कोई भी बाप को और बाप की रचना को नहीं जानते അല്ലെ. ബാബയെയോ ബാബയുടെ രചനയെയോ ഒന്നും തന്നെ ആർക്കും അറിയില്ല. സർവ്യാപി ദേത്തെ അല്ലെ, സർവ്വവ്യാപി എന്ന് വിളിക്കുകയാണ്. തും ബച്ചോക്കോ അല്ലെ, പരമാത്മാവിനെ എന്താ വിളിക്കുന്നത്? പരമാത്മാവിനെ അറിയില്ല, ആത്മീയ അച്ഛനെ അറിയില്ല, അച്ഛന്റെ രചനയെ അറിയില്ല, എന്നിട്ട് ഭഗവാനെ സർവ്യാപി എന്ന് വിളിക്കുകയാണ്. തും ബച്ചോക്കോ ഏക് ബേഹദ് കാ ബാബ് സെ ഹി കാം. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് പരിധികളില്ലാത്ത ഒരേ അച്ഛന്റെ കൂടെയാണ് മുഴുവൻ ബന്ധവും. എനിക്ക് ശ്രീമത് മെൽത്തി, കാരണം ആ അച്ഛനാണ് ഈ സമയത്ത് നമ്മൾ ഉയർത്തുന്നത് അല്ലെ. നമ്മൾ ജന്മങ്ങളിലൂടെ താഴേക്ക് വന്നപ്പോ നമ്മളെ ഉയർത്തുന്നത് ആ പരിധികളില്ലാത്ത അച്ഛനാണ്. ആ അച്ഛന്റെ ശ്രീമത്ത് നമുക്ക് ലഭിക്കുകയാണ്. അഥവാ തദ്ബീർ കരാത്തി. ബാബ വന്നിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കാം. കൈത്തെ ബച്ചേ ദേഹ സഹിത് ദേഹബാൻ കിസ്കോ ഭി യാദ് नहीं. ഇവിടെ ബാബ പറയാണ്, കുട്ടികളെ ദേഹസഹിതം, ദേഹത്തിന്റെ ബോധം അല്ലെ, ദേഹബോധത്തെ മറന്ന് നിങ്ങള് എന്താണ് ഒരു ദേഹധാരികളെയും ഓർമ്മിക്കുക. ദേഹസഹിതം ദേഹബോധത്തെ മറക്കണം, പിന്നെ നിങ്ങൾ ഒരു ദേഹധാരികളെയും ഓർമ്മിക്കുകയും. അപ്നേക്കോ ആത്മസമജ് മുझ ബാബോ യാദ് കരോ അല്ലെ. ബാബ പറയാണ് എന്താ ചെയ്യേണ്ടത്? സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കിയിട്ട് അച്ഛനായ എന്നെ. കാരണം അതുകൊണ്ട് മാത്രമേ പ്രയോജനം. ദേഹധാരികളെ ഓർമ്മിച്ചത് കൊണ്ട് യാതൊരു അല്ലെ. ദേഹധാരികളെ നമ്മൾ അറ്റാച്ച്മെന്റ് വരുമ്പോഴല്ലേ ദേഹധാരികൾ ഓർമ്മിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ ദേഹധാരികൾ ഓർമ്മിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആത്മാവിന്റെ പതനം മാത്രമാണ് സംഭവിക്കുന്നത് അല്ലെ. അതുകൊണ്ട് നമ്മൾ ആത്മീയമായിട്ടുള്ള ഉന്നതിയിലേക്ക് പോകും. പക്ഷെ പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് എന്താണ് അനുഭവം അല്ലെ? നമ്മുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ വസിക്കും അല്ലെ. നമ്മള് വെയിറ്റ്ലെസ് ആവും അല്ലെ. പാപഭാരം നമ്മുടെ കുറയും, കർമ്മ കണക്കുകൾ നമ്മുടെ ഇല്ലാതാകും അല്ലെ. അപ്പൊ ജീവിതത്തിൽ നമുക്ക് കടുത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരില്ല. പിന്നെന്താണ്? ബാബയെ നമ്മള് ഓർമ്മിക്കുമ്പോ നമ്മൾ മനുഷ്യനിൽ നിന്ന് ദേവതയായിട്ട് മാറും അല്ലെ. ആത്മാവ് പവിത്രമായിട്ട് മാറും. പിന്നെ ബാബയെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ എന്തൊക്കെ ഗുണമുള്ളത്? നമ്മൾ ആത്മാവാണെന്നുള്ള സ്മൃതിയിൽ നിന്ന് പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം ഗുണങ്ങളാണ് ഉള്ളത്? ബാക്കി എന്താ ഗുണമുള്ളത് അല്ലെ? പരമാത്മാവിനെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷം ഓരോ സെക്കൻഡും പരമാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ബാബ 1000 കൈകളോടെ 10000 കൈകളോടെ നമ്മളെ സഹായിക്കാൻ സന്നദ്ധനായിട്ട് കൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാബ പറയാണ്, കുട്ടികളെ ദേഹസഹിതം ദേഹത്തിന്റെ ബോധം മറന്ന് നിങ്ങള് ഒരു ദേഹധാരിയെയും ഓർമ്മിക്കുക. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കും. മഹാമന്ത്ര. ഈ ഒരു മഹാമന്ത്രമാണ് ബാബ കുട്ടികൾക്ക് നൽകുന്നത്.
ജിസേ തുമാരി തഖ്ദീർ ബന്ദി. ഇതിലൂടെയാണ് കുട്ടികളുടെ ഭാഗ്യം നിർമ്മിക്കപ്പെട്ടത്. തുംകോ സ്വരാജ് തിലകം മിൽതാഹി. ഇവിടെ കുട്ടികൾക്ക് സ്വരാജ്യ തിലകം ലഭിക്കുന്നു 21 ജന്മങ്ങളിലേക്ക്. ബാബ പറയാണ് 21 ജന്മത്തിലേക്കുള്ള പ്രാപ്തിയാണ് നമ്മൾ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഗീത ഹേഗി നർസെ നാരായൺ ബന്നി, മനുഷ്യസെ ദേവത ബന്നി. ഗീത നരനെ നാരായണനാക്കി മാറ്റുവാനുള്ളതാണ്, മനുഷ്യനെ ദേവതയാക്കി മാറ്റുവാനുള്ളതാണ്. तुम बच्चे जानते हो ये दुनिया बदल रही, नई दुनिया के लिए तकदीर बना रही. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് അറിയാം, ഈ ലോകം പരിവർത്തനമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ ലോകത്തിന് വേണ്ടി അല്ലെ നമ്മൾ നമ്മുടെ ഭാഗ്യത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ये मृत्यु लोग है, यहाँ देखो मनुष्य की तकदीर कैसी. ബാബ പറയാണ്, മക്കളെ ഇത് മൃത്യു ലോകമാണ്. കാരണം എവിടെ നോക്കിയാലും മരണ വാർത്തകളാണ്. ഏതെല്ലാം പ്രകാരത്തിലുള്ള മരണങ്ങൾ ഇവിടെ സംഭവിക്കുന്നു അല്ലെ. അപകട മരണങ്ങൾ, ആത്മഹത്യകൾ, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്നു അല്ലെ. ഇങ്ങനെ എന്താണ്, മരണത്തിന്റെ അതിഭീകരമായ വാർത്തകളാണ് ഇവിടെ ഇങ്ങനെ നമ്മുടെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബാബ പറയാണ്, ഇത് മൃത്യു ലോകം. ദേഖോ മനുഷ്യക്ക് തഖ്ദീർ കേസി. ഇവിടെയുള്ള മനുഷ്യരുടെ ഭാഗ്യം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കും. ഇൻകോഹി ദുഃഖത. കാരണം ഇവിടെയുള്ള മനുഷ്യരുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെയുള്ള ഇത് അത്രയും മൃത്യുലോകത്തിൽ എല്ലാം ഇത് ദുഃഖധാമമാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്, ഇവിടുത്തെ മനുഷ്യരുടെ ഭാഗ്യം എന്ന് പറയുന്നത് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കിസ്നെ കഹ ആത്മാനി. ഇതാരാണ് നമ്മളോട് പറയുന്നത്? ആത്മാവാണ്. അപ്പൊ ആത്മാഭിമാനി ബനി. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികള് ആത്മാഭിമാനിയായി മാറിയിരിക്കുന്നു. ആത്മാ കഹത്തി ഹേ യേ ദുഃഖദാം ഹേ. ആത്മാവാണ് പറയുന്നത് ഈ ലോകം ദുഃഖദാമമാണ്. ഹമാര പരംധാം ഓ ഹേ ജഹാ ബാബ രഹത്തി. പിന്നെയുള്ളത് എന്താണ്? നമ്മുടെ പരമധാമം. ആ പരമധാമം അവിടെയാണ് നമ്മുടെ ബാബ ഉള്ളത്. तो अब बाप ज्ञान सुनाते हैं और तकदीर बनाते हैं. ബാബ ഈ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഈ ജ്ഞാനം കേൾപ്പിച്ചു തരികയാണ്, നമ്മുടെ ഭാഗ്യത്തെ ഉണർത്തി തരികയാണ്, ഭാഗ്യത്തെ നിർമ്മിച്ചു തരികയാണ്. तो बाप एक महामंत्र देते हैं ചെയ്യാൻ. അപ്പൊ ബാബ നൽകുന്ന ഒരേ ഒരു മഹാമന്ത്രം ഏതാണ് അല്ലെ? എന്നെ ഓർമ്മിക്കൂ, മന്മനാ ഭവ. മനസ്സില് ഒരേ ഒരു ബാബയെ ഓർമ്മിക്കൂ. അതാണ് ബാബ നൽകുന്ന മഹാമന്ത്രം. ബൽ കോയി ദേഹദാരി സെ സുനോ പരന്തു യാദ് മുझे വിദേഹിക്കു കരോ. നിങ്ങൾ ദേഹദാരിയിലൂടെ കേൾക്കുകയാണെങ്കിലും നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ആരെയാണ്? ബാബ പറയാണ്, വിദേഹിയെ ഓർമ്മിക്കും, വിദേഹിയായ എന്നെ ഓർമ്മിക്കും. സുന്നാത്തോ സെരും ദേഹദാരി സെ ഹി പഠേഗ. കേൾക്കേണ്ടത് ദേഹദാരിയിൽ നിന്നാണ്. ब्रह्मा कुमार कुमारियां भी उससे ही सुनाएंगे ये पतित पावन को याद करें. ബ്രഹ്മകുമാർ കുമാരികൾ എല്ലാവരോടും അല്ലെ കേൾപ്പിക്കുന്നു. ദേഹധാരികളിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഓർമ്മിക്കേണ്ടത് ആരെയായിരിക്കണം? വിദേഹിയായ പരമാത്മാവിനെ. അപ്പോ ബ്രഹ്മകുമാർ കുമാരികളും നമ്മളെ കേൾപ്പിക്കുന്നു. എന്താണ്? പതിത പാവൻ കോ യാദ് കരോ. പതിത പാവനെ ഓർമ്മിക്കും. हमारे सर पर विकर्मों का बोझ याद के बल से ही बस करना है. നമ്മുടെ ശിരസിൽ വികർമ്മങ്ങളുടെ ചുമടുണ്ട്. ബാബയുടെ ഓർമ്മയിലൂടെ വേണം ആ ചുമട് ഇറക്കി വെക്കാൻ, ഭസ്മമാക്കാൻ. നിരോഗി ബനായി, നമുക്ക് നിരോഗിയായിട്ട് മാറും. തും ബച്ചേ ബാബയ്ക്ക് സന്നിധി. നമ്മൾ കുട്ടികൾ ബാബയുടെ സന്നിധത്തിൽ ഇരിക്കുകയാണ്. ജാനത്തെ ഹോ ബാബ ആയി തഖ്ദീർ ബനാൻ. കുട്ടികൾക്ക് അറിയാം ബാബ വന്നിരിക്കുകയാണ് ഭാഗ്യത്തെ ഉണർത്തുവാനായി. ബഹുത് സഹജ രാസ്ത ബത്താത്തെ. ബാബ വന്നിട്ട് കുട്ടികൾക്ക് സഹജമായ മാർഗം കാണിച്ചു തരാണ്. കഹത്തെ ബാബ യാദ് പൂജാത്തി. പറയുന്നുണ്ട്, ബാബ അല്ലെ ഞങ്ങള് ബാബയെ മറന്നു പോകും. അല്ലേ ശർമ്മിക്ക. ബാബ ചോദിക്കാൻ, അച്ഛനെ മറന്നു പോവുക ഈ അച്ഛൻ അല്ലെ. ദുഃഖം വരുമ്പോഴും പ്രശ്നം വരുമ്പോഴും നമ്മൾ എന്ത് കാര്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലെ? അതിനെ മറികടക്കാനായിട്ട് നമ്മൾ എന്ത് കാര്യമായിട്ടാണ് വിളിക്കാറുള്ളത്? പക്ഷെ അപ്പൊ നമ്മുടെ സന്തോഷത്തിനും സുഖത്തിനും ഒക്കെ നമ്മൾ ഓർമ്മിക്കണ്ടേ? അപ്പൊ ഇത്രയും നമുക്ക് താങ്ങും തണലും അല്ലെ നമുക്ക് എല്ലാം നൽകാൻ
റെഡി ആയിട്ട് നമുക്ക് സ്വർഗത്തിന്റെ സ്വത്ത് നൽകുന്ന, അല്ലെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജന്മജന്മാന്തരങ്ങളുടെ യാത്രയിലൂടെ നഷ്ടപ്പെട്ടു പോയ ഗുണങ്ങളും ശക്തികളും എല്ലാം നമുക്ക് നിറച്ചു തരുന്ന, അല്ലെ, നമുക്ക് സ്വത്ത് നൽകുന്ന നമ്മുടെ അച്ഛനെ, ആത്മീയ അച്ഛനെ, ഇങ്ങനെയാണ് ഈ കുട്ടികളെ മറന്നു പോകുന്നത്. അവ ചോദിക്കാൻ മറന്നു പോകുന്നു, അവയെ മറന്നു എന്ന് പറയാൻ കുട്ടികൾക്ക്, അല്ലെ, ലജ്ജ തോന്നുന്നില്ലേ? ബാബ ചോദിച്ചു. ലൗകിക് ബാബ് ജോ തുമക്കോ പതിത് ബനാത്തി ഈ യാദ് രഹത്തി. ബാബ പറയുകയാണ്, ലൗകിക അച്ഛൻ എന്താ ചെയ്യുന്നത്? അല്ലെ, ലൗകിക അച്ഛൻ നിങ്ങളെ നരകത്തിലോട്ട് അയക്കുകയാണ് ചെയ്തത്. ജീവിതത്തിന്റെ ആ ഭീകരമായിട്ടുള്ള ദുഃഖങ്ങളിലേക്ക് ആണ് അയക്കുന്നത്. വിവാഹം കഴിച്ചുകൊണ്ട് നമ്മൾ അയക്കുമ്പോഴെന്താണ്, ആ ജീവിതത്തിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കാനാണ് നമ്മളെ വിടുന്നത്, അല്ലെ. പക്ഷെ ലൗകിക അച്ഛനെ നമ്മൾ മറക്കുന്നില്ല, അല്ലെ. ലൗകിക അച്ഛൻ നമ്മളെ പതീതമാക്കി മാറ്റിയാണ് ചെയ്യുന്നത്. എനിക്ക് യാതൊരു എത്തി, പക്ഷെ അച്ഛന്റെ ഓർമ്മയുണ്ടാവും. ലേക്കിൻ പാർലൗകിക് ബാപ്പ് തുമ്പോ പാവൻ ബനാത്തെ कहते हैं माँ വേഗം യാദ് കരോ ഇതർ വിനാശം. ഇവിടെ പാർലൗകിക അച്ഛൻ കുട്ടികളെ പാവനമാക്കി മാറ്റാണ്, അല്ലെ. പറയാണ്, നിങ്ങള് എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ കുട്ടികളുടെ വികർമ്മങ്ങൾ വിനാശമാണ്. ഒരിക്കലേ कहते हैं ബാബ ഭൂൽ ജാത്ത. അങ്ങനെയുള്ള അച്ഛനോട് പറയാണ്, ബാബ ഞങ്ങള് മറന്നു പോകും, ബാബയെ മറന്നു. ബാബ कहते हैं मैं तुमको मंदिर लायक बनाने आया. ബാബ പറയാണ്, കുട്ടികളെ, ഞാൻ നിങ്ങളെ ക്ഷേത്രത്തിൽ, അല്ലെ, ക്ഷേത്രത്തിൽ ഇരിക്കുന്ന പൂജനീയ ദേവതയാക്കി മാറ്റുവാൻ വന്നിരിക്കുകയാണ്. ജാൻദേവോ ഭാരത ശിവാലയ. ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ, കുട്ടികൾക്ക് അറിയാമോ ഈ ഭാരതം ശിവാലയമായിരുന്നു? ഈ ഭാരതമാകുന്ന ശിവാലയത്തിൽ നമ്മൾ കുട്ടികൾ രാജ്യം ഭരിച്ചിരുന്നു. फिर हमारे जड़चित्र मंदिरों में पूजते आए हैं. പിന്നെ നമ്മുടെ ജഡചിത്രം, അല്ലെ, നമ്മുടെ വിഗ്രഹങ്ങള്, ജഡചിത്രങ്ങള് ക്ഷേത്രങ്ങളിൽ പൂജിച്ചുകൊണ്ടാണ് വന്നത്. ഹംസോ ദേവതാദേ ബുദ്ധേ. നമ്മൾ ദേവതകളായിരുന്നു എന്നത് നമ്മൾ മറന്നു. തുമാരെ മമ്മ ബാബ ഏ പൂജ ദേവി ദേവതാദേ ഫിർ പൂജാരി ഹോഗേ. നമ്മുടെ മമ്മയും ബാബയും പൂജനീയ ദേവി ദേവതകളായിരുന്നു. ഇതെല്ലാം നമ്മൾ കുട്ടികള് മറന്നേ. അപ്പോ, അല്ലെ, അപ്പൊ മമ്മയും ബാബയും പൂജനീയ ദേവി ദേവതകളായിരുന്നു. ഫിർ പൂജാരി ഹോഗയും. പിന്നെ അവരും പൂജാരികളായിട്ട് ജന്മങ്ങൾ എടുത്തു വന്നപ്പോഴും അവരും ദ്വാപരത്തിലേക്ക് വന്നപ്പോഴും എന്തായി? പൂജാരികളായിട്ട് മാറി. നോളേജ് ബുദ്ധിമേ ജാഡബി മുഖ്യ ദിക്കായ. ഈ ജ്ഞാനം നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ബാബ പറയാണ്, മുഖ്യമായിട്ട് വൃക്ഷം കാണിച്ചിരിക്കുന്നു. പഹലെ ഫൗണ്ടേഷൻ മേ ആദി സനാതൻ ദേവി ദേവതാ ദേ അഭിനഹി. അല്ലെ, ആദ്യത്തെ ഫൗണ്ടേഷനില് ആദി സനാതന ദേവി ദേവതകൾ ഉണ്ടായിരുന്നു. ആദി സനാതന ധർമ്മത്തിന്റെ ആ ദേവി ദേവതകൾ ഉണ്ടായിരുന്നു, അഭിനഹി. പക്ഷെ ഈ സമയത്ത് അവരില്ല. 5,000 വർഷം പേരെ സത്യയുഗം, 5000 വർഷം മുമ്പ് സത്യയുഗം ഇവിടെ ഉണ്ടായിരുന്നു. അവി കലിയുഗം. ഈ സമയത്ത് ഇത് കലിയുഗം. കലിയുഗെ ബാദ് ഫിർ സത്യയുഗ ആണ്. കലിയുഗത്തിന് ശേഷം ഇവിടെ സത്യയുഗം വരും. ജരൂർ ശ്രീമത്ത് ദേനിയ വാലേക്കോ ആണ്. ശ്രീമത്ത് നൽകുന്നവനായ ഭഗവാനെ ഈ സൃഷ്ടിയിലേക്ക് വരണം. ദുനിയ ബദലി ഹി ജരൂർ. അല്ലെ, ലോകത്തിന് തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം ഉണ്ടാകും. പിണ്ടോര പിട്ടുവാത്തെ രതിഹി. അല്ലെ, ബാബ പറയാണ്, ലോകം മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം? പെരുമ്പറ കൊട്ടി അറിയിക്കണം. അല്ലെ, കുട്ടികളെ സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പെരുമ്പറ കൊട്ടി അറിയിച്ചുകൊണ്ടിരിക്കും. ജാടത്തോ ജഡത്തിലേക്ക് പഠനാഹി വിഘ്നപ്പെടുത്തി. ബാബ പറയാണ്, ഇവിടെ, അല്ലെ, പ്രപഞ്ച വൃക്ഷത്തിന്റെ ആ വൃക്ഷത്തെ നട്ടിരിക്കുകയാണ്. അല്ലെ, ഇത് പതുക്കെയാണ് വളരുന്നത്, വേഗം വളരുന്നില്ല. കാരണം ഇതിന് വിഘ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പിന്നെ നാമരൂപമേ പസ്പട്ടി. വ്യത്യസ്തമായ നാമരൂപങ്ങളിൽ പോയി കൊടുക്കുകയാണ്. ദേഹധാരികളുടെ നാമരൂപങ്ങളിൽ പോയി കൊടുക്കുകയാണ്. ബാബ പറയാണ്, അല്ലെ, ഈ ദേഹധാരികളുടെ നാമരൂപങ്ങളിൽ പോയി കൊടുങ്ങല്ലേ. ഗൃഹസ്ഥ വ്യവഹാരം ബാബു യാത് കരൂ പവിത്രരും. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ജീവിച്ചുകൊള്ളൂ, ബാബയെ ഓർമ്മിക്കൂ, അല്ലെ, പവിത്രമായി ജീവിക്കൂ. भगवान वाचा का महाशत्रु आगे भी गीता के भगवान ने कहा था, भगवान वाचा का महाशत्रु. ഗീതയുടെ ഭഗവാൻ പറഞ്ഞിരുന്നു,
अभी भी फिर से करते गीതയുടെ ഭഗവാൻ ഇപ്പോൾ വീണ്ടും പറയുകയാണ് गीता के भगवान ने जरूर काम पर जीत पहनाई गीതയുടെ ഭഗവാൻ തീർച്ചയായിട്ടും കാമത്തിന്റെ മേലെ വിജയം പ്രാപ്തമാക്കി തന്നിട്ടുണ്ട് एक है रावण राज दूसरे है राम അല്ലെ ഒന്നാണ് രാവണ രാജ്യം രണ്ടാമത്തേത് രാമരാജ്യം രാമരാജ്യത്തിൽ രാമരാജ്യം രാമരാജ്യം പകനാണ് രാമരാജ്യം രാത്രിയാണ് അപ്പൊ ഈ രാവൺ രാജ്യം കഥ ബാബ പറയാണ് ഇപ്പോൾ ഈ രാവണ രാജ്യം സമാപ്തമാകും തയ്യാറിയായി ഇതിനു വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായിരിക്കും ബാബ പഠാക്കർ ലേ ജായെങ്കെ ഫിർ തുംകോ രാജ്യം ചാഹി ബാബ നമ്മളെ പഠിപ്പിച്ച് കൂടെ കൂട്ടിക്കൊണ്ട് പോകും ഇതിനു വേണ്ടി നമുക്ക് അല്ലെ ബാബ പറയാണ് അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് രാജ്യഭാഗ്യം നൽകുവാൻ വേണ്ടി അപ്പൊ നമുക്ക് രാജ്യഭാഗ്യം വേണം ബാബ നമ്മളെ പഠിപ്പിച്ച് അല്ലെ ആ സത്യയുഗത്തിലേക്ക് അയക്കുകയാണ് ഈ പതിത സൃഷ്ടി പതിത പൃഥ്വി രാജ്യത്തോടെ കരയുക ബാബ പറയാണ് ഈ പതിതമായ ഭൂമി നിങ്ങൾ എങ്ങനെ രാജ്യം ഭരിക്കുന്നത് ശിവബാബത്തോ ജഹാ പേർ രഖേ അല്ലെ ബാബ പറയാണ് നമുക്ക് ശിവബാബയ്ക്ക് കാലുണ്ടോ ശിവബാബയ്ക്ക് കാലില്ല അപ്പൊ അല്ലെ ജോ യഹാം പർ പേർ രഖേ അല്ലെ കാരണം ബാബ ഈ സൃഷ്ടിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ കാല് വെക്കാൻ ബാബയ്ക്ക് സ്വന്തമായിട്ട് ശരീരമില്ല ദേവതാവിന്റെ പേർ പക്ഷെ ദേവതകൾക്ക് അല്ലെ ദേവതകളുടെ കാലുകൾ ഈ പതിതമായ ലോകത്തിൽ പതിയില്ല ബാബയ്ക്ക് പതിതമായ ലോകത്തിൽ വരാൻ പറ്റും പക്ഷെ ദേവി ദേവതകൾ ഈ പതിതമായ ലോകത്തിലേക്ക് വരും തും ജാനത്തെ ഹോ ഹം ദേവത വരുന്നത് നമുക്കറിയാം നമ്മൾ ദേവതയായി മാറിക്കൊണ്ടിരിക്കും ഭാരതമേക്ക് ആയിക്കേ തീർച്ചയായിട്ടും നമ്മൾ ഭാരതത്തിലാണ് വരാൻ പോകുന്നത് परंतु सृष्टि बदलकर कलियुग से सत्युग बन जाएगी അപ്പൊ പറയുന്നത് ഈ സൃഷ്ടി പരിവർത്തനമായിട്ട് ഇവിടെ കലിയുഗത്തിൽ നിന്ന് സത്യുഗം ഇവിടെ ഉണ്ടാകും അബദ്ധം ശ്രേഷ്ഠ ബന്ധം നമ്മൾ കുട്ടികൾ ഇപ്പോൾ ശ്രേഷ്ഠരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബഹുത് ബച്ചെ കഹത്തെ ഹൈ ബാബ തൂഫാൻ ആത്തെ നിറയെ കുട്ടികൾ ബാബയോട് പറയാണ് ബാബ കൊടുങ്കാറ്റുകൾ വരുന്നു ബാബ കഹത്തെ ഹൈ തും ബാബു ഭൂൽ ജാത്തെ ബാബ പറയാണ് കുട്ടികള് ബാബയെ മറന്നു പോയിരിക്കുന്നു ബാബയ്ക്ക് മതപ്പർ നഹീ ചലത്തെ ബാബയുടെ ശ്രീമത്തിലൂടെ കുട്ടികൾ നടക്കുന്നില്ല ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠ ബാബയ്ക്ക് മത ശ്രേഷ്ഠത്തിനും ശ്രേഷ്ഠനായ ബാബയുടെ ശ്രീമത്ത് നമുക്ക് ലഭിക്കുകയാണ് പക്ഷേ ഭ്രഷ്ടാചാരി ബാബ പറയാണ് ബാബ നൽകുന്ന ശ്രീമത്ത് എന്താണ് കുട്ടികളെ നിങ്ങൾ ഭ്രഷ്ടാചാരികളാകരുത് പഠാനെ വാല നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ബാബയാണ് वो कहते ही माँ एकदम याद करी ആ അച്ഛൻ നമ്മളോട് പറയാണ് എന്നെ മാത്രം ഓർമ്മിക്കൂ എനിക്ക് രഘുഗോപി യാതിലേക്ക് കല്ലോ ബാബ പറയാണ് നിരാകാരിയായ ശിവബാബയുടെ രഥത്തെയും ഓർമ്മിക്കരുത് അതായത് ഈ ബ്രഹ്മബാബയാകുന്ന രഥത്തിനെ ഓർമ്മിക്കരുത് രതി ഓർ രഥവാൻ ബാബ ആരാണ് ഈ രഥത്തിന് നയിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പോ അല്ലെ അതേപോലെ എന്താണ് ആ രഥത്തിന്റെ ഉടമയും ഒടേ ഗാഡിക്ക് ബാധിക്കും ബാബ പറയാണ് യഥാർത്ഥത്തില് ആ രഥം അല്ലെങ്കിൽ കുതിരവണ്ടിയുടെ കാര്യമല്ല എന്താണ് ശരീരമാകുന്ന രഥമാണ് അല്ലെ ശരീരമാകുന്ന രഥമാണ് ഉസ്മേ ബൈഠ് ജ്ഞാൻ ദിയാ ജാത്താ ഹൈ അപ്പോ ആ രഥത്തിൽ ഇരുന്നിട്ട് ഈ ജ്ഞാനം നൽകുന്നു ഇതിനർത്ഥം എന്താണ് ബ്രഹ്മാവിന്റെ ശരീരമാകുന്ന രഥത്തിൽ ഇരുന്ന് ശിവബാബ നമുക്ക് ഈ ജ്ഞാനം നൽകും അല്ലെ അപ്പൊ ശിവബാബ ബ്രഹ്മാവിന്റെ ആ ശരീരമാകുന്ന രഥത്തിൽ ഇരുന്ന് നമുക്ക് ഈ ജ്ഞാനം നൽകുമ്പോൾ അല്ലെ ബാബ ആരായിത്തീരാണ് നമ്മുടെ ജീവിതമാകുന്ന രഥത്തിന്റെ തേരാളിയായിട്ട് ബാബ മാറുകയാണ് അല്ലെ നമ്മൾ ഓരോ കുട്ടികളെയും നയിച്ചുകൊണ്ട് പോകുകയാണ് ബാബ അല്ലെ അങ്ങനെ നമ്മുടെ ജീവിതമാകുന്ന രഥത്തിന്റെ തേരാളിയായി തീരും उसमें बैठ ज्ञान दिया जाता है क्या आजकल तो एरोप्लेन की सवारी ബാബ പറയാണ്
ഒരു രഥത്തിലിരുന്നിട്ടല്ല ഈ ജ്ഞാനം നൽകുന്നത്. ബ്രഹ്മാവിന്റെ ശരീരമാകുന്ന രഥത്തിലിരുന്നാണ് പരമാത്മാവ് ഈ ജ്ഞാനം നൽകുന്നത്. ഇന്നത്തെ കാലത്ത് രഥത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യുന്നത്? ഇന്നത്തെ കാലത്ത് എയറോപ്ലെയിനിലാണ് യാത്ര ചെയ്യുന്നത്. സയൻസ് ബിൽക്കുൽ ജോർ പറയും അല്ലെ? സയൻസ് പൂർണ്ണമായിട്ടും എന്താണ്? അതിന്റെ പവറിലാണ്, അതിന്റെ ഫുൾ പവറിലാണ്. മായക്ക പാമ്പ് ബഡ സോറി. ബാബ പറയാണ് ഇവിടെ മായയുടെ ഷോ എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോഴ്സിലാണ്. ഈ സമയം ഏക് നോക്കി ഇത്തിരി കാത്തിരി കർത്തി ഫലാനി ജഗ പ്രൈം മിനിസ്റ്റർ ആയ ബാബ പറയാണ് ഇവിടെ എത്രമാത്രം അല്ലെ ആളുകള് പരസ്പരം സൽക്കരിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ഇന്ന സ്ഥലത്ത് വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത്രയും ആദരവ് നൽകുന്നു. 15 days के बाद फिर उतार देते. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് അത്രയും ആദരിക്കുന്നു അല്ലെ? ഒരു സ്ഥലത്തേക്ക് വരുന്ന അത്രയും ആ ബഹുമാനം നൽകുന്നു. പക്ഷെ 15 ദിവസത്തിന് ശേഷം ചിലപ്പോ ആളെ കസരയിൽ നിന്ന് ഇറക്കുകയും ചെയ്യും. അതും ചെയ്യും. ബാദശാഹും മുസീബത്ത് അല്ലെ? ചക്രവർത്തികൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ചക്രവർത്തി ആയിരിക്കുമ്പോഴും എന്താണ്? രാജാവായിരിക്കുമ്പോഴും അയൽ രാജാക്കന്മാര് വന്ന് ആക്രമിച്ച് അല്ലെ അവരുടെ രാജ്യം തട്ടിയെടുക്കാനും രാജസിംഹാസനം തട്ടിയെടുക്കാനും ശ്രമിക്കുന്നു, അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ എന്താണ്? തന്റെ സിംഹാസനം അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാകും. തുമ്പോ കിത്തിന സഹജിക്കാൻ വിട്ടാഹി. അപ്പൊ ഇവിടെ എത്ര മന്ത്രി കസേരകൾ ലഭിച്ചാലും അതിലിരിക്കുന്നവർക്ക് ഭയമുണ്ട്. ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾക്ക് എത്ര സഹജമായ ജ്ഞാനമാണ് ലഭിക്കുന്നത്. നമുക്ക് ഇതിനെ ഗരീബോ കൗടിബിനെഹി. ബാബ പറയാണ് നിങ്ങൾ എത്ര നിർധനരായി തീർന്നിരിക്കുന്നു അല്ലെ? കക്കകളെ പോലും ഇല്ല എന്ന് വെച്ചാല് അത്രയും നിർധനരായി കഴിഞ്ഞു. ബാബ ട്രസ്റ്റി ബനാത്തെ ബാബ ഈ സബ് കുച്ച് ആകുക അല്ലെ? ബാബ പറയാണ് കുട്ടികളെ ട്രസ്റ്റി ആകും. അപ്പൊ കുട്ടികള് ട്രസ്റ്റി ആകുമ്പോ ബാബയോട് എന്ത് പറയും? എല്ലാം ബാബയുടേതാണ്. ബാബ കഹത്തെ ഹി അച്ഛാ തുമ്പി ട്രസ്റ്റി ബൻ രഹു അല്ലെ? ബാബയും പറയാണ് കുട്ടികളെ നിങ്ങള് ട്രസ്റ്റി ആയിട്ട് ജീവിക്കൂ. അഗർ അപ്ന സംജെങ്കി തോ തുമ്ഹാരി സയാനബ് നഹി രഹി. അഥവാ ഇതൊക്കെ എന്റെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ കുട്ടികൾ വിവേകശാലികളല്ല, പരിപക്വമായ കുട്ടികളല്ല. ശ്രീമത് പർ ചലനപ്പടെ. ഇവിടെ കുട്ടികൾക്ക് ബാബയുടെ ശ്രീമത്തിലൂടെ പൂർണ്ണമായി നടക്കണം. ജോ ട്രസ്റ്റി ഹോങ്കെ വോ ശ്രീമത് പർ ചലനെ. ആരാണോ ട്രസ്റ്റി ആയിരിക്കുന്ന കുട്ടികള് അവര് ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കും. തും ഗരീബ് ഹോ സമസ്തേ ഹോ യേ ടിക്കർ ടോപ്പർ സബ് ബാബക്കു ദേവേ അല്ലെ? ബാബ പറയാണ് നിങ്ങൾ അത്രയും അല്ലെ അന്തിമ ജന്മത്തിലേക്ക് വന്നപ്പോ നമ്മൾ നിർധനരായി. ബാബ പറയാണ് ഇപ്പൊ നിങ്ങളുടെ അടുക്കൽ എന്താണോ, നിർധനരായിട്ടുള്ള കുട്ടികളുടെ പക്കൽ എന്താണോ ഉള്ളത് അതല്ലേ അവര് ബാബയ്ക്ക് നൽകുന്നത്. ബാബക്ക് ഫസ്റ്റ് ക്ലാസ് ആയിട്ട്. പക്ഷെ ബാബ കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള മാർഗനിർദ്ദേശം നൽകാണ്. കൊച്ചൊക്കെ സമ്പാൽവീകരണി. കുട്ടികളെ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കണം. ഈ സമയത്ത് തുമക്കോ ജ്ഞാൻ മിൽത്താഹി ഇസ്സേ തുമ്ഹാരാ ഭവിഷ്യ സുധർ ജാതാ ഹൈ. ഈ സമയത്ത് കുട്ടികൾക്ക് ഈ ജ്ഞാനം ലഭിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി ഉയർന്നതാക്കി മാറ്റുവാൻ കഴിയും. രാജാവും രാജാവൻ ജാവോഗി. കുട്ടികൾക്ക് രാജാക്കന്മാരുടെ രാജാവായിട്ട് മാറാൻ കഴിയും. ബാബയുടെ കർത്തവ്യമാണ് കുട്ടികൾക്ക് വേണ്ടുന്ന നിർദ്ദേശം നൽകുക. ബാബോ യാത് കരു തലസഞ്ച് അല്ലെ? ബാബ പറയാണ് സ്വയത്തോട് കരുണ തോന്നണം അല്ലെ? ബാബയെ ഓർമ്മിക്കണം. ഇസ്കോ ഘട്ടമേ ഗർഭസെ ബച്ചാന ഹി. ബാബ പറയാണ് പതനത്തിലേക്ക് പോകുന്നവരെ രക്ഷിക്കണം. ഇവിടെ യുക്തിസെ ചലനപ്പെടുത്താഹി. വളരെ യുക്തിയോടുകൂടി വേണം നടക്കാൻ അല്ലെ? ഈ ലോകത്തില് വളരെ യുക്തിയോടുകൂടി വേണം നടക്കാൻ. ശൂർപ്പണക, പൂതന, അജാമിൽ, ദുര്യോധൻ ഏ സബി അഭിക്കനാണ്. ബാബ പറയാണ് ഇവിടെയുള്ള മനുഷ്യരുടെ പേരാണ് എന്ത്? ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ പേരാണ് ശൂർപ്പണക, പൂതന, അജാമിലൻ, ദുര്യോധനൻ അല്ലെ? അതായത് അതൊക്കെ ഇവിടെയുള്ളവരുടെ പേരാണ്. അബിക്ക് സീൻ ഫിർ കൽപ്പബാധ പോയി. ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ കൽപ്പത്തിന് ശേഷമേ ഉണ്ടാകും. വഹി ബാബ് സന്മുഖ ആക്കർ നോളജ് തരുന്നത്. അതുകൊണ്ട് ബാബയാണ് നമുക്ക് സന്മുഖത്തിൽ വന്ന് ഈ ജ്ഞാനം നൽകുന്നത്.
അല്ലെ ബാബ പറയാണ് ഇപ്പോഴത്തെ ദൃശ്യം കൽപ്പത്തിന് ശേഷം വീണ്ടും ഉണ്ടാകും. മനുഷ്യത്തെ ദേവത പദ പ്രാപ്ത കരാത്തി. ബാബ മനുഷ്യനിൽ നിന്ന് ദേവത പദവി നമുക്ക് പ്രാപ്തമാക്കി തരാണ്. തും ആയേ ഹോ 5,000 വർഷ പഹലെ മുബാബിക് മർസലെ. നമ്മൾ കുട്ടികൾ വന്നിരിക്കുന്നത് 5000 വർഷത്തിന് മുമ്പത്തേത് പോലെ ബാബയിൽ നിന്നും സ്വത്ത് നേടുവാൻ വേണ്ടി. പെലവി മഹാഭാരത ലഡായി തീയതി ആദ്യവും അല്ലെ മുമ്പും എന്താണ് മഹാഭാരത യുദ്ധം എവിടെ നടന്നിരുന്നു? ഓ ഇൻസെ തൈമുക്ക് वो इनसे ही तैयार रखती है। बाप अच्छी रीति समझाएगा मनुष्य से देवपद प्राप्त कराते. ബാബ പറയാണ് കൽപ്പം മുമ്പും അല്ലെ ഇവിടെ മഹാഭാരത യുദ്ധം സംഭവിച്ചിരുന്നു. ഇപ്പോഴും കൽപ്പത്തിന് ശേഷവും എന്താണ് ഇത് വീണ്ടും സംഭവിക്കുന്നത്. അപ്പൊ ബാബ പറയാണ് നല്ല രീതിയിൽ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു. കുട്ടികളെ മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റിയാണ് ദേവ പദവി പ്രാപ്തമാക്കി തരികയാണ്. बाप से वर्षाने तुम आए हो बाप से वर्षाने. ब्रह्मा और जगदम्बा व बीके से वर्षा नहीं मिली. നമ്മൾ കുട്ടികൾ വന്നത് നമ്മുടെ ബാബയിൽ നിന്നും സ്വത്ത് നേടുവാൻ വേണ്ടി. അപ്പോ ബാബ പറയാണ് അതായത് ബ്രഹ്മാവിന്റെ അടുക്കൽ നിന്നും ബ്രഹ്മബാബയുടെ അടുക്കൽ നിന്നും ജഗദംബയുടെ അടുക്കൽ നിന്നും ബാക്കിയുള്ള ബ്രഹ്മകുമാർ കുമാരന്മാരുടെ അടുക്കൽ നിന്നും ഒന്നും നമുക്ക് എന്ത് ലഭിക്കില്ല? സ്വത്ത് ലഭിക്കില്ല അല്ലെ. ഇവരുടെ അടുക്കൽ ദേവദാരികളുടെ അടുക്കൽ നിന്നും സ്വത്ത് ലഭിക്കില്ല. വർഷ ബാബ്സേഹിലെത്തി അല്ലെ. അവരെല്ലാവരും ബ്രഹ്മബാബയും അമ്മയും അല്ലെ ബാക്കി എല്ലാവരും തന്നെ സ്വത്ത് നേടുന്നത് ശിവബാബയുടെ അടുക്കലാണ്. ഓരോർക്കും സംജാതി മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുക. ഓ ഈ കേസ് എന്താ ചെയ്യുന്നത്? മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ് അല്ലെ. അവരുടെ അടുക്കൽ നിന്നൊന്നും നമുക്ക് സ്വത്ത് ലഭിക്കുന്നില്ല. ജഗത് പിതാക്കെ ബച്ചെ ഉൻസെ വർഷ ലേത്തെ. നമ്മള് ജഗത് പിതാവിന്റെ മക്കളാണ്. ജഗത് പിതാവിൽ നിന്ന് സബ്കോ അലഗ് അലഗ് ബാബ എല്ലാ കുട്ടികളോടും തനിയെ തനിയെ പറയും. കുട്ടികളെ എന്നെ ഡയറക്റ്റ് ബാബ ഇത് പറയുമ്പോ അല്ലേ കുട്ടികളുടെ ഉള്ളിലേക്ക് ഓരോ കുട്ടികളുടെയും മനസ്സിലേക്ക് തറയ്ക്കുകയാണ്. ബാബ പറയാണ് സ്വത്ത് നിങ്ങൾ കുട്ടികൾക്ക് എന്റെ അടുക്കൽ നിന്ന് നേടണം. കൊയി മിത്ര സംബന്ധി ആദ്യം മറിച്ചായി വർഷ തുമ്പോ ബാക്സല്ലാണ് അല്ലെ. മിത്ര സംബന്ധികള് അല്ലെ ഏതെങ്കിലും മിത്ര സംബന്ധികളെല്ലാം ദേഹം വിട്ടു പോകും. നമുക്ക് സ്വത്ത് നേടേണ്ടത് ആരുടെ അടുക്കൽ നിന്നാണ്? പരമാത്മാവിൽ നിന്നാണ് സ്വത്ത് നേടേണ്ടത്. ഒരു ദേഹധാരികളിൽ നിന്ന് നമുക്ക് സ്വത്ത് നേടാൻ കഴിയില്ല. ഇസ്മേ ഖുഷി ബഹുത് ചാഹിയെ. നമുക്ക് ബാബയുടെ അടുക്കൽ നിന്ന് സ്വത്ത് നേടണം. അത്രയും നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കും. അരേ തഖ്ദീർ ബനാനെ ആയേ ഹോ ജാനത്തെ ഹോ ബാബ ഹംകോ സ്വർഗ കാ മാലിക് അബ് ഫിർ ബനാത്തെ ഹി. അല്ലെ നമ്മൾ നമ്മുടെ ഭാഗ്യത്തെ നിർമ്മിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലെ. ഭാഗ്യത്തെ ഉണർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ബാബ നമ്മൾ കുട്ടികളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ് അല്ലെ. അപ്പോ ഈ സംഗമത്തിൽ ബാബ വീണ്ടും നമ്മളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റും. ഇവിടെ നമ്മള് മനുഷ്യനിൽ നിന്നും ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മള് അത്രയും നല്ല മാനേഴ്സ് ധാരണ ചെയ്യണം. വികാരവും സെ ബച്ചനാ ഹെ. വികാരങ്ങളിൽ നിന്നും സ്വയത്തെ രക്ഷപ്പെടുത്തണം. ഹം പാവൻ ഹെ, ഹം പാവൻ നിർവികാരി ബൻ രഹേ രാമ ഓർ ജാഡുക്കോ സമझ. നമ്മൾ പാവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, നിർവികാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാമ ഓർ ജാഡുക്കോ സമझना है और कोई तकलीफ नहीं. ഈ ഡ്രാമയെ നമ്മൾ മനസ്സിലാക്കണം, വൃക്ഷത്തെ നമ്മൾ മനസ്സിലാക്കണം. വേറെ യാതൊരു ബുദ്ധിമുട്ടും ബാബ നമ്മൾ കുട്ടികൾക്ക് നൽകുന്നില്ല. സിമ്പിൾ ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യമാണ് ബാബ കുട്ടികൾക്ക് പറഞ്ഞത്. ബാബ അല്ലെ ഇത്രയും സഹജമായ കാര്യങ്ങളെല്ലാം ബാബ പറഞ്ഞു തന്നിട്ടും അല്ലെ ബാബ നമുക്ക് സ്വത്ത് നൽകുന്നു. വേറെ ആർക്കും നമുക്ക് സ്വത്ത് നൽകാൻ പോലും പറ്റില്ല. ബാബയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് അയക്കുന്നത്, രാജാക്കന്മാരുടെ രാജാവാക്കി മാറ്റുന്നത്. ഒരു ഉയർന്ന പദവി നൽകാൻ വേറെ ആർക്കും സാധ്യമല്ല അല്ലേ.
എന്നിട്ടും കുട്ടികൾ എന്ത് ചെയ്യാണ്? ബാബയെ മറക്കും. എപ്പോഴാ ബാബയെ മറക്കുക? ഭൂതം വരുമ്പോഴാണ് ബാബയെ മറക്കുക. ഭൂതാകെ ബാബ कहते हैं भूतों को निकालो. ബാബ പറയുകയാണ് ഈ 5 വികാരങ്ങളാകുന്ന ഭൂതങ്ങളെ എന്ത് ചെയ്യണം? വടിയടച്ച് ഇണ്ടം വെച്ച് പുറത്താക്കൂ. ദിൽ ദർപ്പൺ മേ ദേഖോ ഹം ലായക് ബനെ. നമ്മുടെ ഹൃദയമാകുന്ന കണ്ണാടിയിലേക്ക് നോക്കൂ, നമ്മൾ യോഗ്യരായി മാറിയിട്ടുണ്ടോ? നരസെ നാരായൺ ബന്നേക്കാഹി. നമുക്ക് നരനിൽ നിന്ന് നാരായണനായിട്ട് മാറണം. ബാബ് ബേട്ട് സംജാത്തെ ഹി मीठे मीठे सौभाग्यशाली बच्चे तुम सौभाग्यशाली बनने के लिए आए हो. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, മധുരമായ സൗഭാഗ്യശാലി കുട്ടികളെ, നിങ്ങൾ സൗഭാഗ്യശാലികളാകാൻ, കോടി ഭാഗ്യശാലികളാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അഭിത്തോ സബ് ദുർഭാഗ്യശാലി ഹന. ഈ കലിയുഗത്തിൽ എല്ലാവരും ദുർഭാഗ്യശാലികളല്ലേ? ഭാരതവാസി ഹി സൗഭാഗ്യശാലി. ഭാരതവാസികളാണ് സൗഭാഗ്യശാലികൾ. ഇത്രയും സമ്പുക്കാരുടെ എത്രമാത്രം സമ്പന്നരായിരുന്നു. ഭാരതയ്ക്ക് ബാക്കി ഭാരതത്തിന്റെ കാര്യം. ബാബ പറയാണ്, സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കുക. क्योंकि तुमको मेरे पास आना है तो अंतमति सो गति हो जाएगी. ഇവിടെ കുട്ടികള് എന്റെ അടുക്കിലേക്ക് വരണം അല്ലെ? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ബാബയുടെ അടുക്കിലേക്ക് നമുക്ക് പോകണം അല്ലെ? അപ്പൊ ഇവിടെ നമ്മള് സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. അങ്ങനെ ബാബയെ ഓർമ്മിച്ചെങ്കിലേ നമുക്ക് എന്താണ് അന്തിമ നിമിഷം നമ്മുടെ ബുദ്ധി അല്ലെ ഒരേ ഒരു ബാബയെ ഓർമ്മിക്കണം. അപ്പൊ നമ്മുടെ ആത്മാവ് ശ്രേഷ്ഠ ഗതിയിലേക്ക് പോകും, ശ്രേഷ്ഠ ജന്മത്തിലേക്ക് പോകും. അപ്പൊ നാടക പൂര ഹോത്താഹി ഹം ഗയി. നാടകം ഇതാ പൂർത്തിയാകാൻ പോകുന്നു. ഈ നാടകം തീർന്ന നമ്മൾ ഇതാ നമ്മുടെ വീട്ടിലേക്ക് പോയി കഴിയും. ഉപായമേ പറ്റില്ലാത്ത പാപം സെ മുക്തി. അപ്പൊ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബാബു ഉപായം പറഞ്ഞില്ല. കാരണം നമ്മുടെ വീട് പവിത്രമായ വീടാണ്. അപ്പൊ പവിത്രമായിട്ടുള്ള വീട്ടിലേക്ക് നമുക്ക് പോകണ്ടേ? അപ്പൊ നമ്മുടെ ആത്മാവ് അല്ലെ പവിത്രമായെങ്കിലേ പവിത്രമായ വീട്ടിലേക്ക് പോകാൻ സാധിക്കും. നമ്മള് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാകണം, എന്നിട്ട് പുണ്യാത്മാവാകും. നാടകം പൂർത്തിയാകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പോണെങ്കിൽ എന്താ വേണ്ടത്? നാടകം നാഗരാജ് ഭായ് ഓ ബാബ മനസ്സിലാക്കി തരാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് അവിടെ പോയിട്ട് അങ്ങനെ തൊട്ടാ അപ്പൊ സംഭവിക്കുന്നത് വൈഫൈയിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് ഇവിടെ കട്ടാവും. तो विकारों से बचना है, हम पावन निर्विकारी बन रहे. रामा और जाड़ को समझना है और कोई तकलीफ नहीं. तो बाबा कहते हैं तुम अपने को आत्मा समझो क्योंकि तुमको मेरे पास आना है. അല്ലെ? ബാബ പറയാണ് കുട്ടികളെ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്റെ അടുക്കിലേക്ക് വരണം അല്ലെ? അതുകൊണ്ട് സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോഴാണ് നമ്മുടെ അന്തിമ നിമിഷത്തിലും ബാബയുടെ സ്മൃതി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് അന്തിമതി സ്വഗതി, നമുക്ക് ശ്രേഷ്ഠ ഗതിയിലേക്ക് പോകാൻ കഴിയും. അപ്പൊ നാടക പൂര ഹോത്താഹി ഹം ഗയില്ലേ. ഇപ്പോൾ നാടകം പൂർത്തിയാകാണ്, നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോകണം. ഉപായമേ പറ്റില്ലാത്തേക്ക് വീട്ടിലേക്ക് പോണെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള ഉപായം ബാബ പറഞ്ഞിട്ടാണ്. സബ് പാപസെ മുക്തു, എല്ലാ പാപങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാകണം. അപ്പോൾ നമ്മൾ പുണ്യാത്മാവായിട്ട് മാറും. പുണ്യാത്മാവിക്ക് ദുനിയാക്കി സ്ഥാപന കോരഹി. ബാബ പറയാണ് ഈ ലോകം പുണ്യാത്മാക്കളുടെ ലോകമായിരുന്നു, ദേവതകളുടെ ലോകമായിരുന്നു. വീണ്ടും ആ ദേവതകളുടെ ലോകം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. പുരാണി ദുനിയ ബദൽ നൈ. പഴയ ലോകം പരിവർത്തനപ്പെട്ട് പുതിയതാകും. സമസ്തകി ഭാരത് പ്രാചീന അല്ലെ? മനസ്സിലാക്കുന്നുണ്ട് ഈ ഭാരതം പ്രാചീന ഭാരതമായിരുന്നു, അപ്പോൾ ഈ ഭാരതം സ്വർഗമായിരുന്നു. ഹെവൻലി ഗോഡ് ഫാദറിനെ ഹെവൻ ബനായി. ഹെവൻലി ഗോഡ് ഫാദർ ആണ് സ്വർഗം നിർമ്മിച്ചത്. ഓ കബ് ആയ ആ ഭഗവാൻ എപ്പോഴാണ് ഈ സൃഷ്ടിയിലേക്ക് വന്നത്?
इस समय ही आते, ഈ സമയത്താണ് വരുന്നത്. इसको कल्याणकारी बाप के आने का समय कहा जाता है. ബാബ പറയാണ് ഈ സമയത്താണ് വിശ്വമംഗളകാരിയായ അച്ഛൻ അല്ലെ ഗോഡ് ഫാദർ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. ഭഗവാന് ഈ സൃഷ്ടിയിലേക്ക് വരേണ്ട സമയമാണ്. ഏതോ രാവണിക്ക് സമ്പ്രദായം ഇത്തിരി പടി, ഈ ലോകത്തിലെ രാവണ സമ്പ്രദായം എന്ന് പറയുന്നത് എത്ര വലുതാണ്. രാംകി സമ്പ്രദായമേ കിരി തൊടി. ഇവിടെ 850 കോടി ജനങ്ങളാണ് അല്ലെ. സത്യുഗത്തിലോ രാമസമ്പ്രദായത്തിൽ എത്രയും കുറച്ചു പേര്. യഹാ വൃത്തിക്കോ പാർട്ടി. ബാബ പറയാണ് ഇവിടെ വൃത്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ബച്ചേ ഫിർസെ ബാബ്സെ വർഷാലേക്ക് ആത്തിരിക്കും. കുട്ടികള് വീണ്ടും അച്ഛനിൽ നിന്നും സ്വത്ത് നേടുവാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദർശിനി അഥവാ പ്രൊജക്ടർ पर समझाते रहते. പ്രദർശിനിയിലും പ്രൊജക്ടറിലും എല്ലാം മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. अभी तो बहुत सर्विस करनी, ഇപ്പോൾ നിറയെ സേവനം ചെയ്യണം. बाप कहते रहते हैं डाले बच्चों ये ड्रामा. ബാബ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചെല്ല കുട്ടികളെ ഇത് നാടകം. परंतु इस समय तक जो बने പറയുന്നത് ഇതുവരെയും എന്തെല്ലാം നടന്നിട്ടുണ്ടോ ഇത് കൃത്യമായിട്ട് ഡ്രാമയാണെന്ന് പറയാം. ഡ്രാമാമേ ന്യൂന്ത് ന്യൂന്ത് ഡ്രാമാക്കി ന്യൂന്തമേ ബാബ് കേൾത്തേക്ക്. ബാബ പറയാണ് ഈ ഡ്രാമയില് എന്തെല്ലാം നടക്കുന്നുണ്ടോ അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഡ്രാമയുടെ ബന്ധനത്തിൽ ഞാനും ബന്ധനസ്ഥനാണ്. ഈ ഡ്രാമയില് ബാബയ്ക്കും പാർട്ടുണ്ട് അല്ലെ. നമുക്ക് പാർട്ടുണ്ടെങ്കിൽ ബാബയ്ക്കും പാർട്ടുണ്ട്. അതുകൊണ്ട് ഡ്രാമയുടെ പാർട്ടില് ബാബയും ബന്ധനസ്ഥനാണ്. ബച്ചേ പതിത ദുനിയാമേ മുജേബി ആനപ്പൻ അല്ലെ. ബാബ പറയാണ് മക്കളെ ഈ പതീതമായ ലോകത്തിലേക്ക് വരേണ്ടി വരുന്നു. പരന്താം ചോട് ദേക്കൂ മേ കേസേ അത്താഹി. പരന്താമ ഉപേക്ഷിച്ചിട്ട് ഈ പതീതമായ ലോകത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കൂ കുട്ടികളെ അല്ലെ. ബച്ചോ കേലി എന്തിനാ വരുന്നത്? എന്തിനാണ് പതിതമായ ഈ ലോകത്തിലേക്ക് പവിത്രതയുടെ സാഗരനായി ഭഗവാൻ വരുന്നത്? പതിത പാവനായി ഭഗവാൻ വരുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. പ്ലേഗൊക്കെ ബിമാരിസ് ഡോക്ടറിലോ ഇപ്പൊ പ്ലേഗിന്റെ രോഗം ബാധിച്ചെന്നിരിക്കട്ടെ അല്ലെ. ഇനി പരത്തുന്ന രോഗമാണ് പ്ലേഗ് അല്ലെ. അപ്പൊ ആ പ്ലേഗിന്റെ രോഗം ബാധിച്ചെന്നിരിക്കട്ടെ. ഡോക്ടേഴ്സ് അവരുടെ അടുത്ത് ദൂരെ പോകും. ഡോക്ടേഴ്സ് അവരുടെ ചികിത്സിച്ച് മാറ്റുകയല്ലേ ചെയ്യണം. ഉनको आना ही पड़ेगा. ഡോക്ടർക്ക് ഒന്ന് ചികിത്സിച്ചേ മതിയാകും. ഇത് പടരുന്ന രോഗമാണ് ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർക്ക് തന്റെ കർത്തവ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെയാണ് ഇത്രയും പതിതമായ ലോകത്തിലേക്ക് ഭഗവാന് വരേണ്ടി വരികയാണ്. ഗാദേവി പതിത പാവനാവൂ. വിളിച്ചതെല്ലാം എന്താണ്? പതിത പാവന വരൂ. ഗോഡ് ഈസ് ലിബറേറ്റർ. വിമോചകനെ വന്നേ മതിയാകൂ. ഗോഡ് ലിബറേറ്റർ ആണ്. वो सर्व का लिबरेटर भी है. गाइड बन वापस ले जाते. ബാബ സർവരുടെയും ലിബറേറ്റർ ആണ്. ഗൈഡ് ആയിട്ട് എല്ലാ കുട്ടികളെയും തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. നമ്പർ വാർ ആത്തി. നമ്പർ വാർ ആയിട്ടാണ് നമ്മള് സത്യത്തിലേക്ക് ഇറങ്ങി വരുന്നത്. സൂര്യവംശി ഫിർ ചന്ദ്രവംശി ഫിർ ദ്വാപർ ശുരു ഹോത്താ ഹൈ. പിന്നെ നമ്മള് സൂര്യവംശത്തിനും ചന്ദ്രവംശത്തിനും അതായത് സത്യയുഗം ത്രേതായുഗങ്ങളിൽ നമ്മൾ ജീവിക്കുന്നു. പിന്നെ ദ്വാപരയുഗം ആരംഭിക്കുമ്പോഴോ ദ്വാപരയുഗത്തിലേക്ക് നമ്മൾ വരുമ്പോ നമ്മൾ അല്ലെ പൂജനീയ ദേവതകൾ പിന്നീട് പൂജാരികളായിട്ട് മാറും. ഗായവി ജാതായ ദേവതായ വാമാർഗത്തെ ചെല്ലുക പറയുന്നുണ്ട്. ദേവി ദേവതകൾ വാമമാർഗത്തിലേക്ക് പോയി. വാമാർഗ ചിത്ര ദിക്കാത്തെ വാമമാർഗത്തിൻ്റെതായിട്ടുള്ള ചിത്രങ്ങളും കാണിക്കുന്നുണ്ട്. അഭിതം ബിൽക്കുൾ സമസ്തേഹോ, അഭിതം പ്രാക്ടിക്കൽ സമസ്തേഹോ ഹംസോ ദേവി ദേവത. നമ്മൾ കുട്ടികൾക്ക് അറിയാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആരായിരുന്നു അല്ലെ. പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മള് ദേവി ദേവതകളായിരുന്നു. ഇത്രയും സഹജ് ബാധ്യ സംജനേക്കാം. ഇത് കുട്ടികൾക്ക് എത്ര സഹജമാണ് മനസ്സിലാക്കാൻ. ഈ അച്ചരീതി ബുദ്ധിമേ ധാരണ കർണേ. ബാബ പറയുന്ന ഈ കാര്യങ്ങൾ കുട്ടികളെ ബുദ്ധിയിൽ നല്ലപോലെ ധാരണ ചെയ്യണം. അവയാം വച്ചേ അപ്പലി തട്ട് ബനാനെ ആയി. ഇപ്പോൾ നമ്മൾ കുട്ടികൾ നമ്മുടെ ഭാഗ്യത്തെ നിർമ്മിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. യഹാം ബാബ് സന്മുഖ് ബൈഠേഗി ബാക്കി ടീച്ചർ നമ്പർ വാർ.
ഇവിടെ ബാബയുടെ സന്മുഖത്തിലെ കുട്ടികൾ ഇരിക്കാം അല്ലേ? ഭഗവാനാകുന്ന ടീച്ചർ അല്ലെ? ബാബ പറയാണ് ഭഗവാന്റെ സന്മുഖത്തിൽ ഇരിക്കുക. ഭഗവാനാകുന്ന ടീച്ചർ നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷെ ആ പഠിപ്പിക്കുന്ന പഠിപ്പ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സ് और आ टीचर्स नंबर वन यहाँ प्रजापिता ब्रह्मा के मुख से भगवान ने वेद शास्त्रों का सार बताया. പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ ഭഗവാൻ വേദശാസ്ത്രങ്ങളുടെ സാരം കുട്ടികളെ കേൾപ്പിക്കുകയാണ്. पहले तो ब्रह्मा सुनेगा, ब्रह्मा विष्णु शंकर को सूक्ष्मतल में दिखाया है. ബാബ പറയണ ആദ്യം ബ്രഹ്മാവാണ് കേൾക്കുന്നത്. കാരണം ബ്രഹ്മ വിഷ്ണു ശങ്കരനെ സൂക്ഷ്മ ലോകത്തിലാണ് കാണിച്ചിരിക്കുന്നത്. अब विष्णु तो है सतयुग का मालिक. बाबा പറയാണ് വിഷ്ണു സത്യയുഗത്തിന്റെ അധികാരിയാണ്. और ब्रह्मा के संगम युग का, ബ്രഹ്മാവ് സംഗമ യുഗത്തിന്റെ അധികാരിയാണ് അല്ലെ? ഇപ്പൊ ബ്രഹ്മാവ് സംഗമ യുഗത്തിലാണ്, വിഷ്ണു സത്യയുഗത്തിലാണ്. तो ब्रह्मा तो ഏകാൻ ചാലിയെ, കാരണം ബ്രഹ്മാവ് ഇവിടെ വേണം. അങ്ങനെ സത്യയുഗത്തിലെ ദേവി ദേവതകളെ രചന ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ബ്രഹ്മാവ് ഉണ്ടായിരിക്കണം. ബ്രഹ്മാവ് ബ്രാഹ്മണരെ രചിക്കണം. ആ ബ്രാഹ്മണരാണ് ദേവതകളായിട്ട് മാറുന്നത്. जब ब्राह्मण फिर देवता बनते हैं, ये रुद्रज्ञानी यज्ञ. ബാബ പറയാണ് ഇത് രുദ്രജ്ഞാന യജ്ഞം. ആകെ भी यज्ञ रचा था, മുമ്പും യജ്ഞം രചിച്ചിട്ടുണ്ട്. इसमें ही सारी दुनिया स्वाहा हो जाएगी. ബാബ പറയുന്ന മുഴുവൻ ലോകവും ഈ രുദ്രജ്ഞാന യജ്ഞത്തിൽ, പരമാത്മാ യജ്ഞത്തിൽ മുഴുവൻ ലോകവും സ്വാഹിയാകും. सब खत्म हो जाएंगे, എല്ലാം സമാപ്തമാകും. तुम बच्चे फिर यहाँ आकर राज्य करेंगे नहीं दुनिया. പിന്നെ നമ്മള് സത്യയുഗത്തിലെ പുതിയ ലോകത്തിൽ പോയി രാജ്യം ഭരിക്കും. मीठे मीठे सिकिलते बच्चों प्रति माता पिता बाप दादा का याद प्यार और रूहानी बाकी रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य फर्स्ट पॉइंट, अंदर से भूतों को निकाल, नर से नारायण बनने का लायक बनाए. ഉള്ളിൽ നിന്നും ഭൂതങ്ങളെ എല്ലാം ഒഴിച്ചിട്ട് നരിൽ നിന്ന് നാരായണനാകാൻ യോഗ്യരാണ് അല്ലേ? ഉള്ളിൽ നിന്നും ഈ ഭൂതങ്ങളെ എല്ലാം തുരത്തണം അല്ലേ? എന്നിട്ട് നരിൽ നിന്ന് നാരായണനാകാൻ യോഗ്യരാകും. ഇതിലെ ദർപ്പൺ में देखना है हम कहाँ तक लायक बने. ഹൃദയമാകുന്ന കണ്ണാടിയിലേക്ക് നോക്കണം. നമ്മൾ എത്രമാത്രം യോഗ്യരായിട്ടുണ്ട്, എത്രമാത്രം നമ്മൾ ദേവതയായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. സെക്കൻഡ് പോയിന്റ്, अपने को आत्मसमझ അശരീരി पर बाप को याद कर. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി അശരീരിയായി ബാബയെ ഓർമ്മ. शरीर का भान ना रहे, इसका अभ्यास कर. ശരീരബോധം ഉണ്ടാകരുത്, അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. वरदान, पवित्रता की रॉयल्टी द्वारा सदा हर्षित रहने वाले हर्षित चित्त हर्षित मुख भव. പവിത്രതയുടെ റോയൽറ്റിയിലൂടെ സദാ ഹർഷിതരായിരിക്കുന്ന ഹർഷിത ചിത്തരും ഹർഷിത മുഖരുമായി ഭവിക്കും. പവിത്രതയുടെ റോയൽറ്റിയിലൂടെ സദാ ഹർഷിതരായിരിക്കുന്ന हर्षित चित्तരും हर्षित मुखरुമായി ഭവിക്കും. पवित्रता की रॉयल्टी अर्थात रॉयल्टी वाली आत्माएं सदा खुशी में नाचती है, रियलिटी वाली आत्माएं सदा खुशी में नाचती है. പവിത്രതയുടെ റോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പവിത്രതയുടെ റോയൽറ്റി എന്ന് പറഞ്ഞാൽ അത് റിയാലിറ്റി കൂടിയാണ്, സത്യതയും കൂടിയാണ് അല്ലേ? പവിത്രതയുടെ റോയൽറ്റി എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മുടെ ആത്മാവിൽ പ്രകടമാകുന്ന ഗുണം അത് സത്യത അല്ലെ? സത്യത ആത്മാവിന്റെ പവിത്രതയാണ്. കാരണം സത്യത എന്ന് പറയുന്നത് അകത്തും പുറത്തു വരെയും പോലെ. അപ്പൊ അവിടെ യാതൊരു അപവിത്രതയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറയാണ് പവിത്രതയുടെ റോയൽറ്റി മീൻസ് റിയാലിറ്റിയാണ്, സത്യതയാണ്. അപ്പൊ അങ്ങനെയുള്ള പവിത്രതയുടെ റോയൽറ്റി ഉള്ള സത്യതയുള്ള ആത്മാക്കൾ സദാ സന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നവരാണ്. ഉനकी खुशी कभी कम कभी ज्यादा नहीं होती. അവരുടെ സന്തോഷം ഇടയ്ക്ക് കുറയുകയോ ഇടയ്ക്ക് കൂടുകയോ ചെയ്യുന്നില്ല. അവരുടെ സന്തോഷം
ഇടയ്ക്ക് കൂടുകയോ ഇടയ്ക്ക് കുറയുകയോ ചെയ്യില്ല. ദിൻ പ്രതിദിന ഹർ സമയം ഖുഷി ബഡ്തി രഹി. ദിനം പ്രതിദിനം ഓരോ സമയത്തും അവരുടെ സന്തോഷം വർദ്ധിച്ചു. എനിക്ക് അന്തർ ഏക് ബാഹർ ദൂസരാ നഹീ ഹോഗാ. ഒരിക്കലും അവരുടെ ഉള്ളിലും ഒന്നും പുറത്ത് വേറൊന്നും ആയിരിക്കില്ല. വൃത്തി, ദൃഷ്ടി, ബോൽ ഓർ ചലൻ സബ് സത്യ ഹോ. അവരുടെ മനോവൃത്തി, അവരുടെ ദൃഷ്ടി, അവരുടെ വാക്കുകൾ, അവരുടെ ചലനം, അവരുടെ കർമ്മങ്ങൾ എല്ലാം സത്യമായിരിക്കും. കാരണം പവിത്രതയുടെ റോയൽറ്റി ആയിട്ടുള്ള ആ സത്യതയുള്ള ആത്മാക്കൾ എങ്ങനെയായിരിക്കും അല്ലെ? അവരുടെ മനോഭാവം, അവരുടെ ദൃഷ്ടി, അവരുടെ വാക്കുകൾ, അവരുടെ ചലനങ്ങൾ എല്ലാം സത്യമായിരിക്കും. ऐसे रियल रॉयल ആത്മായി ചിത്തസേവി നയം ചൈതസേവി സദാ ഹർഷിതോഗി. അങ്ങനെയുള്ള റിയൽ റോയൽ ആയിരിക്കുന്ന ആത്മാക്കൾ അല്ലെ, സത്യതയുള്ള റോയലായ ആത്മാക്കൾ എങ്ങനെയായിരിക്കും? അവരുടെ മനസ്സുകൊണ്ട് പോലും അവർ വളരെ ഹർഷിതരായിരിക്കും, സന്തോഷം നിറഞ്ഞവരായിരിക്കും. അതുകൊണ്ട് അവരുടെ മുഖത്തും കണ്ണുകളിലും അവരുടെ ഭാവങ്ങളിലും എല്ലാം എന്ത് കാണാൻ കഴിയും? അവര് സദാ ഹർഷിതരായിരിക്കും. ഹർഷിത ചിത്ത ഹർഷിത മുഖ അവിനാശി പോകുക. അവര് ഹർഷിത ചിത്തരായിരിക്കും എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞിരിക്കും. അവര് ഹർഷിത മുഖരായിരിക്കും. അവരുടെ മുഖത്ത് സന്തോഷം ഉണ്ടായിരിക്കും, അവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ പറയണ അവരുടെ ഈ സന്തോഷം എന്ന് പറയുന്നത് അനശ്വരമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സത്യത്തിനെ നിർത്തിയാലും ഡാൻസ് ചെയ്യും, ഇരുത്തിയാലും ഡാൻസ് ചെയ്യും എന്ന് പറയുന്നത്. സച്ചത്തോ വിട്ടോ നച്ച് എന്ന ഒരു ചൊല്ലുണ്ട്. സത്യത്തിനെ അത് നിന്നാലും ഡാൻസ് ചെയ്തോണ്ടിരിക്കും, ഇരുന്നാലും ഡാൻസ് ചെയ്തോണ്ടിരിക്കും. എന്നുവെച്ചാൽ അത് എപ്പോഴും ഡാൻസ് ചെയ്തോണ്ടിരിക്കും. എന്ന് വെച്ചാൽ എന്താർത്ഥം? സത്യത നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കും. നാച്ചുറലായിട്ട് നമ്മൾ എന്തായിരിക്കും? ഹർഷിത ചിത്തരമായിരിക്കും, ഹർഷിത മുഖരമായിരിക്കും, സന്തോഷം നിറഞ്ഞായിരിക്കും. സ്ലോഗൻ സംസാരമേ സർവശ്രേഷ്ഠ ബലം. ഈ ലോകത്തിലെ സർവശ്രേഷ്ഠമായ ബലം പവിത്രതയുടെ ബലം. ജൂൺ 24 നമ്മള് പട്ടി വെച്ചിരിക്കുന്നു. ജൂൺ 21 നമ്മുടെ പ്രോഗ്രാം വെച്ചിട്ടുണ്ട് രാവിലെ. ജൂൺ 24 എല്ലാ പാവയുടെ മക്കളും